അർച്ചന അവിടെ വീട്ടിൽ ജീവിക്കുമ്പോഴാ ഏതോ ഒരു പെണ്ണിനെ വെച്ച് രാജപ്പൻ നിന്റെ ഫോണിലേക്ക് വിളിപ്പിച്ചത്. കല്യാണ തലേ ദിവസം അർച്ചനയല്ല വിളിച്ചതെന്ന് സുധിയെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ജയന്തി. അപ്പ തന്നെ പൊളിഞ്ഞേനെ. തന്നെ ഞാൻ വിടില്ല. നിരഞ്ജനയെ ഓർത്താണ് താൻ ഒന്നും പറയാതിരുന്നതെന്ന് സുധി. പറ്റൂ തനിക്ക്. താൻ പ്രസവിച്ച വിവരം ഡോക്ടർ ഹിമയെ അറിയിക്കാൻ നേഴ്സിനോട് സഹായം ആവശ്യപ്പെടുന്ന അർച്ചന. മറന്നുപോലെ സിസ്റ്ററെ, ഇത് മറക്കാൻ പറ്റുന്ന കാര്യം. രാത്രി മഴ തുടരുന്നു. ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. സഹായിക്കാൻ വന്നവൻ ശത്രുവായി. ആത്മാർത്ഥത കൂടിപ്പോയതിന്റെ ഫലമാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇതെനിക്കൊരു പാഠമാണ്. ഫൈസിക്ക് ഇതുകൊണ്ട് എന്ത് ദോഷോ സംഭവിക്കാൻ പോകുന്നത്? സമൂഹ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്നെ സഹായിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടേ ഫൈസിയെ ഞാൻ പരിചയപ്പെടുത്തത്തുള്ളൂ. നിർത്ത്. ഇത് കുറെ ഞാൻ കേട്ടതാ. എനിക്കൊരു പോറൽ പോലും സംഭവിക്കാതെ സംരക്ഷിച്ചു കൊള്ളാവുന്ന നിരഞ്ജനയുടെ ഒരു ഔദാര്യവും എനിക്കിനി വേണ്ട. എന്നോട് ഈ ചതി ചെയ്യാൻ സുധിയും കൂട്ടു നിൽക്കുകയാണെന്ന് എനിക്കറിയാം. ഒരു കാര്യം സുധി ഓർത്തോ, എനിക്കും ചിലതൊക്കെ ചെയ്യാൻ കഴിയും. നിങ്ങൾ എന്നോട് ചെയ്ത ദ്രോഹത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഞാനും മടിക്കില്ല. സുധി കാണിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചന ഞാൻ വിശ്വനാഥൻ സാറിനെ അറിയിക്കും. തകരാറ് നിരഞ്ജനയ്ക്കാണെന്ന് ഞാൻ വെളിപ്പെടുത്തും. അവിടെ തീരും സുധിയുടെ ഈ ആവേശം. എനിക്കത് ചെയ്യാതിരിക്കാനാവില്ല. ഒരു അപരാധിയെ പോലെ വിശ്വനാഥൻ സാറിന്റെയും വർമ്മ സാറിന്റെയും മുന്നിൽ നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു വെടി എനിക്കും പൊട്ടിക്കണ്ടേ? അപ്പൊ ഭീഷണിയാണല്ലേ? എങ്ങനെ വേണമെങ്കിലും കരുതാം. ഇനി ഞാനത് നോക്കാനാ. വിശ്വാസവഞ്ചന കാണിച്ച ആരോടും ക്ഷമിക്കേണ്ട കാര്യം എനിക്കില്ല. നിരഞ്ജന അമ്മാളിന്റെ വിവരം എങ്ങനെ അറിഞ്ഞു എന്നുള്ള വർമ്മ സാറിന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി പറഞ്ഞേ തീരൂ. ഫൈസിയെ പറ്റി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഇമേജ് ഇതൊന്നും ആയിരുന്നില്ല. ആരുടെ മുന്നിലും തലകുനിക്കാത്ത, സത്യത്തിനും നീതിക്കും നിരക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അതായിരുന്നു എന്റെ മനസ്സിലെ ഫൈസൽ മുഹമ്മദ്. പെണ്ണിന്റെ മാനത്തിന് വില കൽപ്പിക്കുന്നവനാ ഫൈസിയെന്ന് ഞാൻ കരുതി. 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പിച്ചു ചീന്തിയത് മേലുദ്യോഗസ്ഥന്റെ മകനാണെന്നറിഞ്ഞപ്പോ ഫൈസിക്ക് നാവടക്കേണ്ടി വന്നു. അവളെ സംരക്ഷിക്കാനും പേരെടുക്കാനും ഫൈസിയുടെ അഭിമാനം അനുവദിച്ചു. ഫൈസിക്ക് ലജ്ജ തോന്നില്ലേ? എന്റെ കുറവുകൾ ഫൈസി വിളിച്ചു പറയുമെന്ന് ഭീഷണി മുഴക്കിയല്ലോ. ഫൈസി അങ്ങനെ തന്നെ ചെയ്തോളൂ. സുധിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തയ്യാറായി നിൽക്കുന്ന ഞാൻ എന്തിനു പേടിക്കണം? സുധിയും ഇപ്പൊ മറ്റൊരു മാനസികാവസ്ഥയല്ല. അർച്ചന സുധിയിൽ നിന്നും പ്രഗ്നന്റ് ആയ വിവരം വൈകിയാണ് സുധി അറിഞ്ഞത്. സിംഗപ്പൂർ യാത്ര വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞു. അതെ ഫൈസി, ഞാനിനി എങ്ങോട്ടും പോകുന്നില്ല. അപ്പോ അർച്ചന, അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതിനുള്ള അവസരം അച്ഛൻ കൊടുത്തില്ല. ആ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ വെച്ച് തന്നെ അച്ഛൻ കൊന്നു. അച്ഛനെ ക്രൂശിക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ മകൻ പാഴാക്കില്ല. ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അമ്മാളുവിന്റെ കുഞ്ഞിന്റെ മരണത്തിൽ അദൃശ്യമായൊരു പങ്ക് SP വിശ്വനാഥനുമുണ്ട്. SP വിശ്വനാഥന്റെ മരുമകൾ തന്നെ രംഗത്ത് വരുന്നത് എന്തുകൊണ്ട് നല്ലതാ? സഹപ്രവർത്തകരുടെ മുന്നിൽ മനസ്സ് കല്ലാക്കി വെച്ച് ആ മനുഷ്യനങ്ങ് ഒറ്റപ്പെടണം. ഫൈസിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഫൈസി ചെയ്തോളൂ. അമ്മാളുവിന്റെ ആരോഗ്യനില വീണ്ടെടുക്കാനായ ഞാനൊരു പ്രസ് മീറ്റ് നടത്തും. അവളെ കൊണ്ട് എല്ലാം ഞാൻ പറയിപ്പിക്കും. നിങ്ങൾ അവളെ കൊല്ലാതെ കാത്തു സൂക്ഷിച്ചതും അവളോട് കാണിച്ച സ്നേഹവും അവൾ നന്ദിയോട് ഓർക്കും. നിരഞ്ജന ആ പ്രസ് മീറ്റ് നടത്തുമെന്ന് വിശ്വസിക്കുന്ന പോലെ തന്നെ അത് നടക്കില്ല എന്ന് വിശ്വസിക്കാൻ എനിക്കും കഴിയും. നമുക്ക് കാണാം. നീ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ കള ജയന്തി. ഞാനല്ലേ പറയുന്നത്. ആന്റി, നിന്നെ ഒന്ന് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ആന്റി? എന്താണെന്നോ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ചോദിക്കണ കേട്ടില്ലേ? ഏട്ടാ, അന്ന് നിന്നെ വിളിച്ചത് അർച്ചന തന്നെയാണോ?
എനിക്കതിൽ ഒരു സംശയമില്ല. അവളുടെ സ്വരം ഞാൻ തിരിച്ചറിഞ്ഞതാ. എന്നോടുള്ള ഇന്റിമസി കൊണ്ടാണ് അവൾ അത്രയും പറഞ്ഞത്. ഏട്ടാ, ജയന്തി ഒന്നും മിണ്ടാതിരിക്കെ. അതിന് മാത്രമുള്ള എന്റെ മനസ്സൊന്നും ഇവനും അവളും തമ്മിലില്ല. അത് അർച്ചനയാണെന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? ഞാൻ എൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. സുധിയുടെ കസിൻ എന്ന മട്ടില അവൾ സംസാരിച്ചത്. എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അത് അർച്ചന തന്നെയാണെന്ന്. നിങ്ങൾ പറയും പോലെ പറ്റിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വിളിച്ചതല്ല. അങ്ങനെ ആക്ട് ചെയ്ത് സംസാരിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല. ഇതെങ്ങനെ വിശ്വസിക്കും ഏട്ടാ? ഒരിക്കൽ നമ്മളിത് വിശ്വസിച്ചതിന്റെ ബലം ജയന്തി മറന്നുപോയി. പിന്നെ എന്തിനാണ് നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത്? ഇനിയത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ അർച്ചനെ അബോർട്ട് ചെയ്ത് കാണും, ഇല്ലെങ്കിൽ കുഞ്ഞുൾപ്പെടെ അവളെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് കാണും. രണ്ടാമത് പറഞ്ഞതിനാണ് സാധ്യത കൂടുതൽ. ഞാനൊരിക്കൽ ജയന്തിയോട് പറഞ്ഞില്ലേ, 6 മാസം ഇടവിട്ട് സുധി 2 കുഞ്ഞുങ്ങളുടെ അച്ഛനാവുന്ന കാര്യം. അതാ സംഭവിക്കുന്നത്. ഒന്ന് നിർത്തടി. ഒന്നും മിണ്ടണ്ടാന്ന് കരുതി ഇത്രയും നേരം വായ പൂട്ടി നിന്നതാ. എത്രയെന്ന് വെച്ചാ കേട്ട് നിൽക്കുന്നേ. ഞാൻ ഇറങ്ങട്ടെ ജയന്തി, ഇനി ലേറ്റായ ബെല്ലടിക്കും. എന്നെ ഒന്ന് സ്കൂളിലേക്ക് വിട്ടതാ. വാമേ. ശരി ആൻറ്റി. ശബരി കൊച്ചുകുട്ടിയൊന്നുമല്ല. അവൻ ആള് മാറിപ്പോയെന്ന് നമ്മൾ എങ്ങനെ കരുതും? എങ്കിൽ സുധി എന്താ നാവടക്കി കളഞ്ഞത്? കുഞ്ഞ് അവൻ്റെതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ അടങ്ങിയിരിക്കുവോ? അർച്ചനയല്ല വിളിച്ചതെന്ന് സുധിക്ക് ഉറപ്പുണ്ട്. ചാരം മൂടിക്കിടന്ന കനൽ ഒന്ന് ജ്വലിച്ചു. അത്രയേ സുധിയിൽ സംഭവിച്ചിട്ടുള്ളൂ. തകരാറുണ്ടെന്ന് പറഞ്ഞ് സുധിയെ എഴുതി തള്ളാനൊന്നും പറ്റില്ല. കുഞ്ഞില്ലാതെ ജീവിച്ച എത്രയോ പേർക്ക് പിന്നീടൊരു കുഞ്ഞ് ജനിക്കുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? സ്ത്രീക്കാണ് തകരാറെങ്കിൽ വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട. അതുപോലല്ല പുരുഷന്റെ കാര്യം. എനിക്കെന്തോ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. അർച്ചന എവിടെയുണ്ടെന്ന് ഏട്ടൻ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. വിശ്വേട്ടനിത് അറിയാൻ പാടില്ല. രാജപ്പനെ പിടികൂടിയ അവൾ എവിടെയുണ്ടെന്ന് അയാൾക്ക് പറയാതിരിക്കാനാവില്ല. ഇനി ആ ഫ്രോഡിനെ വിശ്വസിക്കണം. വേണം. അർച്ചന എവിടെ എങ്ങനെ ജീവിക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. അവൾ എവിടെയുണ്ടെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. ഇനി അവളെ തേടി പോകുന്നത് ഞാനായിരിക്കും. എനിക്ക് ഈ സംശയത്തിന് അറുതി വരുത്തിയേ തീരൂ. മോനിനെ ഉറങ്ങിക്കോ. കരഞ്ഞമ്മയെ വിഷമിപ്പിക്കല്ലേ. ഹിമ മാഡത്തെ ഫോണിൽ കിട്ടിയോ സിസ്റ്റർ? കിട്ടി. ഞാനിവിടുത്തെ സ്റ്റാഫാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അർച്ചന ഹോസ്പിറ്റലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ആണെന്നും പറഞ്ഞാ സംസാരിച്ചത്. മാഡം എന്തു പറഞ്ഞു? അർച്ചന പ്രസവിച്ചെന്നറിഞ്ഞപ്പോ ആ ഡോക്ടർക്ക് വലിയ സന്തോഷമായി. ഡോക്ടർ ഇപ്പോൾ ഒരു യാത്രയിലാ. നാളെയോ മറ്റന്നാളോ മടങ്ങി വരും. പേടിക്കാതിരിക്കാൻ അർച്ചനയോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. മാഡം വരും, എനിക്ക് ഉറപ്പുണ്ട്. ഫോൺ അർച്ചനയുടെ കയ്യിൽ തരാൻ പറഞ്ഞതാ. കൂടെ എപ്പോഴും ഒരു സ്ത്രീ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. അർച്ചന എന്നെ കൊണ്ട് വിളിപ്പിച്ച കാര്യം വേറെ ആരും അറിയരുത്. ഞാനിവിടെ ജോലി ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ. ഞാൻ നന്ദികേട് കാണിക്കില്ല സിസ്റ്റർ. എനിക്ക് ആ ഉറപ്പ് മതി. പിന്നെ ആ സ്ത്രീ എങ്ങോട്ടാ പോയത്? ഊണ് വാങ്ങാൻ പോയതാ. എന്നാ ശരി, ഞാൻ പോട്ടെ. എന്നെ കണ്ടിട്ട് നീ കാണാത്ത മട്ടി പോയതാന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ കണ്ടിട്ട് ഞാനെന്തിനു കാണാത്ത മട്ടി പോണം? പിന്നെ നീ എന്തിനാ ഓടി ഇങ്ങോട്ട് വന്നത്? നീ നിന്റെ പാട് നോക്കി പോ റോസി. എനിക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റത്തില്ല കാർത്തിയാനി. ഞാൻ വന്നത് നിന്നെ കാണാനാ. അതെ, നിന്നെ കാണാനാ ഞാൻ വന്നത്. ഞാനിവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നീ ശരിക്കും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നീ കണ്ട ലോകമൊന്നുമല്ല ഞാൻ കണ്ടത്. നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ. ആംബ്രോസ് ഡെങ്കിപ്പനി പിടിച്ച് കിടക്കുക ഇവിടെ. അയ്യോ പാവം,
ഡെങ്കിയാണെങ്കിലേ സൂക്ഷിക്കണം. ഒരു ശ്രദ്ധയില്ലാത്ത പയ്യനാ. എടി, ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴേ തെന്മലയിൽ അവൻ ഓട്ടത്തിന് വന്നു. എന്തിനാ കാർത്തിയായനെ മുഖത്ത് നോക്കി കള്ളം പറയുന്നേ? അല്ല, നിനക്കിപ്പോ എന്താടി വേണ്ടത്? ഞാൻ വന്നത് നിന്നോട് വഴക്കിടാനൊന്നുമല്ല. എനിക്കും നിനക്കും ഗുണമുള്ളൊരു കാര്യം സംസാരിക്കാനാ. എനിക്ക് നിന്റെ ഒരു ഗുണവും വേണ്ടെങ്കിലോ? എന്നാ നീ ചെല്ല. എന്താ പോകുന്നില്ലേ? ഞാൻ പിന്നാലെ വരുമെന്ന് പേടിച്ചിട്ടാണോ? നിന്നെ ഞാൻ പേടിക്കാനോ? നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിട്ടേ പോത്തുള്ളൂ. വാങ്ങാൻ തന്നെയാ ഞാൻ വന്നത്, നിന്റെ തല്ലല്ല. നിന്റെ കയ്യിലിരിക്കുന്ന വിലപിടിപ്പുള്ള ആ സാധനം. നീ ആ പെണ്ണിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കല്ലേ? എന്താ അവളുടെ പേര്? നീ പറയണ്ട, എനിക്കറിയാം. അർച്ചന. റൂം നമ്പർ 302 അവളുമുണ്ട്, അവളുടെ കൊച്ചുമുണ്ട്. നല്ലൊരാൺകുഞ്ഞ്. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അതാണ് റോസി. എനിക്ക് ഗുണമുള്ളത് എവിടെ കിടന്നാലും ഞാൻ അറിയും. മണം പിടിച്ച് ഞാൻ അവിടെ എത്തുകയും ചെയ്യും. നീ അവളെ കൊണ്ടു നടന്നപ്പോഴേ ചിലതൊക്കെ ഞാൻ ഊഹിച്ചതാ. ഒരിക്കൽ എന്റെ കയ്യിൽ നിന്ന് നീ അവളെ തട്ടിക്കൊണ്ടുപോയതാ. ഇനി അവളെയും കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. നീ എന്ത് ചെയ്യുമെന്നടി പറയുന്നത്? നിന്റെ വെരിട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. വെച്ചേക്കത്തില്ല നിന്നെ ഞാൻ. കള്ളുകച്ചവടം നടത്തുന്ന നിനക്ക് ഈ ലോകത്തെക്കുറിച്ച് എന്തറിയാടി? നാവിന് നീളമുണ്ടെന്ന് വെച്ച് വെറുതെ കിടന്ന് കുരയ്ക്കല്ലേ. റോസിക്ക് സംസാരമൊന്നുമില്ല, ചെയ്തു കാണിക്കാറേയുള്ളൂ. നീ ചെയ്ത് കാണിക്കടി. ഒരു തർക്കത്തിന് ഞാൻ വന്നതല്ല. നീ ആ പെണ്ണിനെ എവിടുന്ന് ചാടിച്ചോണ്ട് വന്നതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ നഷ്ടമൊന്നും സഹിക്കണ്ട. നീ ആ കുഞ്ഞിനെ എനിക്ക് താ. വെറുതെ തരണ്ട. നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു തുക ഞാൻ തരാം. പെണ്ണിനെ നീ കൊണ്ടുവയ്ക്കോ? ഇത് ഇരട്ടി ലാഭമാണെന്ന് നീ കരുതടി. വിലപേശലൊന്നുമില്ല. നിനക്കേ ഞാൻ 3 ലക്ഷം രൂപ തരും. 3 ലക്ഷം. കാശ് നിന്റെ കയ്യിൽ കിട്ടിയിട്ട് കൊച്ചിനെ നീ എനിക്ക് തന്നാ മതി. എടി, ഈ ഇടപാടിൽ റോസി ആരെയും ചതിക്കില്ല. പറഞ്ഞതിൽ 1 രൂപ പോലും കൂട്ടിത്തരാൻ എനിക്ക് പറ്റത്തുമില്ല. ഈ ബിസിനസ്സിൽ എനിക്കും വല്ലതും തടയണം. പക്ഷേ ലാഭം നിനക്കാ. നീ ശരിക്കും ഒന്ന് ആലോചിക്കും. ഞാനേ നാളെ വരാം. കള്ള കണ്ണൻ കിടപ്പ് കണ്ടില്ലേ? അമ്മ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? മോനെ കാണാൻ കൊതിച്ചിരിക്കുക. രേവതി കുഞ്ഞേ, അമ്പിളി കുഞ്ഞേ. മോനെ എടുത്ത് ലാളിക്കാനുള്ള ഭാഗ്യം ഉടനൊന്നും അവർക്കുണ്ടാവില്ല. ആ അതെ, നമ്മൾ പേടിക്കേണ്ടതേ രാജപ്പനപ്പൂപ്പനെയാ. അറിയോ അപ്പൂപ്പനെ? ആ, ഞാനിവനോട് ഓരോന്ന് പറയായിരുന്നു ചേച്ചി. എല്ലാം ഇവ ശ്രദ്ധയോടെ കേൾക്കും. പിന്നെ തിരിച്ചറിവില്ലാത്ത കുട്ടി എന്ത് കേൾക്കുമെന്നാ? കാർത്തു വല്യമ്മ ഇങ്ങനെ മോനെ, ഉള്ളിലെ സ്നേഹം പുറത്ത് കാണിക്കില്ല. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? നേഴ്സ് വന്നിരുന്നു. മോനൊരു ഇഞ്ചക്ഷൻ എടുത്തു. കുറേ കരഞ്ഞു. വേറെ ആരെങ്കിലും വന്നോന്നാ ഞാൻ ചോദിച്ചേ. ഇല്ല. ആര് വരാനാ? ആരെങ്കിലും വാതിക്ക് വന്ന് നോക്കിയോ? ഇല്ല ചേച്ചി. എന്താ? നീ കിടന്നുറങ്ങിപ്പോയോ? ഇല്ല, ആരും വന്നിട്ടില്ല. എന്താ ചേച്ചി അങ്ങനെ ചോദിക്കാൻ? രായപ്പനെ ഞാൻ ആശുപത്രി ഗേറ്റ് വെച്ച് കണ്ടു. ഈശ്വരാ. അയാൾ എന്നെ കണ്ടില്ല. കൂടെ ആ മണിയാശാനും ഉണ്ട്. ഞാനങ്ങ് മാറിക്കളഞ്ഞു. രണ്ടുപേരും കൂടെ ഒരു ഓട്ടോയിൽ കയറി തിരിച്ചുപോയി. ചിറ്റപ്പൻ എങ്ങനെ ഇവിടെ എത്തി? നീ ഓരോ പൊട്ടത്തരം പറയാതെ പെണ്ണെ. നിന്റെ പ്രസവ തീയതി അയാൾക്കറിയത്തില്ലയോ? ഓരോ ആശുപത്രി തോറും കയറി ഇറങ്ങി അന്വേഷിച്ചോണ്ടിരിക്കുക. റിസപ്ഷനിൽ അന്വേഷിച്ച അവര് പറയില്ലേ? അത് പേടിച്ചിട്ടാ ഇവിടെ ആരെങ്കിലും വന്നോന്ന് ഞാൻ ചോദിച്ചത്. അന്വേഷിച്ചിട്ടാണോ രായപ്പൻ പോയെന്നറിയില്ലല്ലോ. ഇനി എന്ത് ചെയ്യും ചേച്ചി? ഇവിടുന്ന് ഇറങ്ങി ഓടാനൊന്നും പറ്റത്തില്ലെന്നറിയാലോ. ഡിസ്ചാർജ് ആകാതെ പോകാൻ കഴിയില്ല. ഇവിടെ കയറി രായപ്പനൊന്നും ചെയ്യത്തില്ല. അയാൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അത് ആശുപത്രിക്ക് പുറത്തു വച്ചായിരിക്കും.
നമ്മൾ അയാളെ വെട്ടിച്ചങ്ങ് പോവുകയും ചെയ്യും. ആ, വരുന്നത് വരട്ടെ. നീ അതും ഇതും ആലോചിച്ച് വിഷമിക്കാതിരിക്കെ. വാ, ചോറ് കഴിക്കാം. വാ, എഴുന്നേറ്റ് വാ. അപ്പോ താൻ ഈ ടൗണിലൊക്കെ തന്നെ ഉണ്ടല്ലേ? അതൊന്ന് ചോദ്യം സാറേ. ലോറി താവളം ഇവിടെയല്ലേ? പിന്നെ സാറിന് കുടുംബത്തിന് സുഖമാണോ? എന്റെ സുഖം അന്വേഷിക്കാൻ വന്നേക്കുന്നു. കണ്ടപ്പോ ഒരു ഭംഗി വാക്കിന് ചോദിച്ചെന്നേ ഉള്ളൂ. പണത്തോടുള്ള തന്റെ ആർത്തിയൊക്കെ തീർന്നോ? കാശിന് വേണ്ടി താൻ എന്തും ചെയ്യുന്നവനല്ലേ? ഞാൻ തനിക്ക് ചോദിക്കുന്ന കാശ് തരാം. എനിക്കൊരു വിവരം കിട്ടിയാൽ മതി. അറിയുന്നതാണെങ്കിൽ ഞാൻ പറയാം. അതിനിപ്പോ സാറ് കാശൊന്നും തരണ്ട. എന്റെ വിവാഹ തലേന്നാൾ എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അന്ന് കോളെടുത്തത് എന്റെ കസിനാ. അന്ന് വിളിച്ചത് ആരാണെന്ന് മാത്രം താൻ എന്നോട് പറഞ്ഞാൽ മതി. അതിന്റെ പേരില സാറേ ഞാൻ ഈ ശിക്ഷയൊക്കെ അനുഭവിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ കാശിനോടുള്ള ആക്രാന്തം കൊണ്ട് ഒരു പെണ്ണിനെ വെച്ച് ഞാൻ വിളിപ്പിച്ചതാ. ശബരിയോട് അവൾ അർച്ചനയാണെന്നാണല്ലോ പറഞ്ഞത്. സാറ് മണ്ടത്തരം വിളിച്ച് പറയാതെ. ഏതെങ്കിലും ഒരു പെണ്ണ് സാറിനെ വിളിച്ചിട്ട് എനിക്കിത് നേട്ടമാവുള്ളത്. സാറിനെ ഒരു പെണ്ണ് വിളിക്കണമെങ്കിൽ അത് അർച്ചനയാവണ്ടേ? ഒരു ചായക്കടക്കാരിയുടെ മോള അർച്ചനയായി വിളിച്ചത്. മിടുക്കിയാവള്. പിറ്റേന്ന് കല്യാണം നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. സാർ എന്നെ കാണാൻ വരികയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വിശ്വനാഥൻ സാറിന്റെ മുന്നിൽ ചെന്നിട്ടല്ലേ ഫോൺ എടുത്തത് നടരാജൻ സാറിന്റെ മോനാണെന്ന് ഞാൻ അറിയുന്നത്. അതുകൊണ്ട് ഗുണവും ഉണ്ടായി, ദോഷവും ഉണ്ടായി. ഒടുവിൽ കള്ളക്കളി പൊളിഞ്ഞു. വിശ്വനാഥൻ സാറും നടരാജൻ സാറും അർച്ചനെ തേടി വീട്ടിൽ വന്നു. പെട്ടുപോയില്ലേ? ജീവൻ എടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. 2 ആഴ്ച ഞാൻ ആശുപത്രിയിലായിരുന്നു സാറേ. താൻ പറഞ്ഞു കഴിഞ്ഞോ? എങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താ സാറേ? സാറ് പറയേ. രാജപ്പൻ പറഞ്ഞതൊക്കെ അവർ വിശ്വസിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല. ഒരു ചായക്കടക്കാരിയുടെ മോളെ കൊണ്ട് രാജപ്പൻ നടത്തിയ നാടകം എന്താ? അവൾ അർച്ചനയാണെന്ന് എന്നോട് പറയുക, ഞാൻ കാരണം അവൾ ഗർഭിണിയാണെന്ന് പറയുക. പക്ഷേ അർച്ചനയുടെ സ്വരം കേട്ടാൽ ഞാൻ തിരിച്ചറിയില്ലേ? അതിനല്ലേ സാറേ അടക്കി സംസാരിച്ചത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൾ വ്യക്തമായ മറുപടി പറയാതെ വരില്ലേ? അപ്പൊ രാജപ്പൻ എന്ത് ചെയ്തേനെ? പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു വെക്കാനാണ് ഞാൻ അവളോട് പറഞ്ഞത്. സമ്മതിച്ചു. ഇനി ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, അരുതാത്ത ഒരു ബന്ധവും ഞാനും അർച്ചനയും തമ്മിൽ ഉണ്ടായിട്ടില്ലെങ്കിലോ? അത് പിന്നെ രാജപ്പൻ എന്താ നിന്ന് പരുങ്ങുന്നത്? ഒരു ഹോട്ടൽ മുറിയിൽ 2 പേര് ഒരുമിച്ച് താമസിച്ചു എന്ന് കരുതി ഇങ്ങനെ ഒരു ആരോപണം പറയാൻ പറ്റുമോ? സത്യം എനിക്കും അർച്ചനയ്ക്കും അറിയാമെന്നിരിക്കെ ഒരു ഊഹം വെച്ച് എന്നെ വിളിച്ചാൽ ഫലം എന്താവുമെന്ന് രാജപ്പൻ അറിയില്ലേ? ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല സാറേ. നിങ്ങൾ ഏതറ്റം വരെ ചിന്തിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇനി ഞാൻ പറയുന്നത് ഒന്നും തന്നെ നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. ഒരിക്കലും മറ്റൊരു പെണ്ണിനെ കൊണ്ട് രാജപ്പൻ എന്റെ ഫോണിലേക്ക് വിളിപ്പിക്കില്ല. ഇല്ല രാജപ്പ, അതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കില്ല. എന്റെ അച്ഛനെ ഭയന്ന് ജീവിക്കുന്ന നിങ്ങൾ എന്നെ വെച്ചൊരു തട്ടിപ്പിന് ശ്രമിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ വിവാഹത്തിന് മുമ്പ് പല തവണ നിങ്ങളെ ഞാൻ തേടി വന്നതാ. എന്ത് തരാമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ അതൊന്നും ചെവിക്കൊണ്ടില്ല. നിങ്ങൾ എന്റെ അച്ഛന്റെ ഒപ്പം നിന്നു. ആ നിങ്ങളാണോ ഒരു ഗർഭകഥയുടെ പേരും പറഞ്ഞ് കാശ് തട്ടിയെടുക്കാൻ എന്നെ വിളിപ്പിച്ചത്? എനിക്ക് നന്നായിട്ടറിയാം എന്നെ വിളിച്ചത് എന്റെ അർച്ചന തന്നെയായിരുന്നു. സാറേ, അതും ഇനിയും എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയോളൂ? അവൾ പറഞ്ഞതൊക്കെ സത്യമായിരുന്നു. അവൾ പ്രഗ്നന്റ് ആയിരുന്നു. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ എന്നെ വിളിച്ചത്. ഇനി പറയടൂ, എന്റെ കുഞ്ഞിനെ താൻ എന്ത് ചെയ്തു എന്ന്? അത് പറയാതെ നിങ്ങളെ ഞാൻ ഇവിടുന്ന് വിടില്ല. ഇനിയും എന്റെ മുന്നിൽ കള്ളം പറയരുത് രാജപ്പ. നിങ്ങൾ അവളെയും കുഞ്ഞിനെ എന്ത് ചെയ്തു? പറയടോ. വിട് സാറേ. തെരുവിൽ വെച്ചിട്ടൊരു കച്ചട ഉണ്ടായാൽ അതിന്റെ നാണക്കേട് സാറിനാ. എനിക്കൊരു നാണക്കേടും ഇല്ലടോ.
ഇനി ഇതിൽ കൂടുതൽ തരം താഴാനും പോകുന്നില്ല. നിങ്ങൾ പറയും, പറയാതെ നിങ്ങളെ ഞാൻ അവിടുന്ന് വിടില്ല. അവളുടെ വയറ്റിൽ പിറവി കൊണ്ടതേ എന്റെ ജീവനാ. എനിക്കത് അറിയണം. ഞാൻ പറയാം സാർ വിട്. നാളെ വിശ്വനാഥൻ സാർ വിളിച്ച് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയുന്നതൊക്കെ നിഷേധിക്കും. അല്ലാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല സാറേ. ഞാൻ ചതിച്ചതാണെന്ന് മനസ്സിലാക്കി എനിക്ക് തന്ന മുഴുവൻ കാശും തിരിച്ചു കൊടുക്കാൻ വിശ്വനാഥൻ സാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. വിശ്വനാഥൻ സാറിന്റെ പണം കൊണ്ട് വാങ്ങി ആ വീടും പറമ്പും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനും പോവുക. എനിക്കതൊന്നും കേൾക്കണ്ടോ. താൻ എങ്ങനെ ജീവിച്ചാലും അതൊന്നും എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. പണം വേണോ? തനിക്ക് ഞാൻ തരാം. പക്ഷേ താൻ സത്യം മാത്രം എൻ്റെ അടുത്ത് പറയാവൂ. ഇനിയിപ്പോൾ ഞാനതിന് മറച്ചു വയ്ക്കണം. സാറിനെ വിളിച്ചത് അർച്ചന തന്നെയാണ്. വിശ്വനാഥൻ സാറിൽ നിന്നാണ് ഞാൻ ആ വിവരം അറിയുന്നത്. അബോർഷൻ ചെയ്യാൻ സാർ ആവശ്യപ്പെട്ടു. അതിന് പണവും തന്നു. ആദ്യമൊന്നും അർച്ചന സമ്മതിച്ചില്ല. സാറിന്റെ വിവാഹ പരസ്യം പത്രത്തിൽ വന്ന് കണ്ടിട്ടാ അവൾ അതിന് സമ്മതം മൂടിയത്. പുനലൂർ ഒരു ആശുപത്രി കൊണ്ടുപോയി അബോർഷൻ നടത്തി. പിന്നെയും കുറച്ചു മാസം കഴിഞ്ഞിട്ടാ അവളുടെ കെട്ട് നടത്തിയത്. ഞാനെന്തോ ചതി ചെയ്ത മട്ടില്ല വിശ്വനാഥൻ സാർ വീണ്ടും രംഗത്ത് വന്നത്. അർച്ചനയെ നേരിൽ കാണണമെന്നും അബോർഷൻ നടന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ട അത് നടക്കുന്ന കാര്യമാണോ സാറേ? ഇപ്പോൾ അവൾ ഒരുത്തൻ്റെ കൊച്ചിനെ പ്രസവിക്കാനുള്ള ഒരുക്കത്തില. ഞാൻ നടത്തിയ തട്ടിപ്പാന്ന് വിശ്വനാഥൻ സാറിനോട് കള്ളം പറയേണ്ടി വന്നു. ദേ, നമ്മൾ സംസാരിച്ച വിവരം വീട്ടുകാരോട് പറയരുത്. ഞാനേക്കത്തില്ല. ജീവൻ പോയാലും അവളെ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കുകയില്ല. ഇനി അതൊക്കെ മറന്നേക്ക് സാറേ. നഷ്ടം ഞങ്ങൾക്കേ വന്നിട്ടുള്ളൂ.